നമസ്കാരം. സൈക്കോസ്കോപ്പിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ചാനൽ ചർച്ചകളിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ ദീപക് എന്ന ചെറുപ്പക്കാരന്റെ ആത്മഹത്യ. ഇദ്ദേഹം തന്റെ പയ്യന്നൂരത്തേക്കുള്ള യാത്രയും കഴിഞ്ഞ് വീട്ടിൽ വരികയും ആത്മഹത്യ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ആത്മഹത്യ കാരണമായ വെറും 20 സെക്കൻഡിൽ താഴെയുള്ള ആ വീഡിയോ മാത്രമാണോ കാരണം, അതോ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടോ? ഇതിനെ നമുക്ക് ഒരു സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവിൽ, ഒരു മനഃശാസ്ത്രമായിട്ടുള്ള ഒരു അവലോകനം ഈ സംഭവത്തെക്കുറിച്ച് നമുക്ക് നടത്തി നോക്കാം. ഇതിന് കാരണം ഫിസിക്കൽ പ്രോക്സിമിറ്റി. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ഫിസിക്കൽ പ്രോക്സിമിറ്റി അല്ല എന്നുണ്ടെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ശാരീരികമായ അകലം, ഇതിനെയാണ് ഫിസിക്കൽ പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വളരെ കുറഞ്ഞ ഒരു ഫിസിക്കൽ പ്രോക്സിമിറ്റിയിൽ വ്യക്തികൾ എങ്ങനെയാണ് പെരുമാറുകയും അവര് സംഘർഷം അനുഭവിക്കുകയും അതിനെ തുടർന്ന് ഇതൊരു വലിയ ദുരന്തമായി മാറുകയും ഒക്കെ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഫിസിക്കൽ പ്രോക്സിമിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ ശാരീരികമായ അകലത്തെ കുറിച്ച് ആദ്യമായിട്ട് ആഴത്തിൽ ഗവേഷണം നടത്തിയത് എഡ്വേർഡ് ഹാള് എന്നൊരു ആന്ത്രപ്പോളജിസ്റ്റ് ആണ്. അദ്ദേഹം ഇതിനെ പല പല മേഖലകളായി തിരിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഇന്റിമേറ്റ് സോൺ എന്ന് പറയാം. അതായത് ഒരു കുടുംബത്തിലെ അംഗങ്ങൾ, ഭാര്യ ഭർത്താവ് ബന്ധം, അല്ലെങ്കിൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, ഇതിനെയൊക്കെ നമുക്കൊരു ഇന്റിമേറ്റ് സോണിലോട്ട് ഉള്ളതാണെന്ന് പറയാം. കാരണം ഇവർ തമ്മിൽ വളരെ ചേർന്ന് നിന്നാലും ഒക്കെ യാതൊരു വിധത്തിലുള്ള ഒരു അസന്തുലിതാവസ്ഥയോ ബുദ്ധിമുട്ടോ ഒന്നും ആർക്കും ഒന്നും ഉണ്ടാവുന്നില്ല. രണ്ടാമത്, ഇതിന്റെ അകലം എന്ന് പറയുന്നത് ഒരു 1.5 അടിയിൽ താഴെ, അല്ലെങ്കിൽ ഒരു 15 മുതൽ ഒരു 16 ഇഞ്ചിനും ഒക്കെ അത്രയും മാത്രമേ ഈ ഒരു അകലം ഉണ്ടാവാറുള്ളൂ. രണ്ടാമത്തെ സോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രോക്സിമിറ്റി, പേഴ്സണൽ പ്രോക്സിമിറ്റി. അതായത് ഒരു സ്ഥാപനത്തിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന കൊളീഗ്സ്, കോളേജിൽ ഒരുമിച്ച് പഠിക്കുന്ന സുഹൃത്തുക്കൾ, നമ്മുടെ സുഹൃത്ത് വലയത്തിൽ ഉൾപ്പെട്ടവർ, ഇവരെല്ലാം വരുന്നത് നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസിലാണ്. ഇപ്പൊ പേഴ്സണൽ സ്പേസിന്റെ അകലം 1.5 അടി മുതൽ ഒരു 4 അടി വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ്. അതായത് നമ്മുടെ ഇരു കരങ്ങൾ നമ്മുടെ രണ്ട് വശങ്ങളിലേക്ക് വിരിച്ചു വെച്ചാൽ, സ്പ്രെഡ് ചെയ്ത് നിർത്തിയാൽ വരുന്ന ആ ഒരു അകലത്തിനുള്ളിലാണ്. ഇതിനെയാണ് നമ്മുടെ പേഴ്സണൽ സ്പേസ് അല്ലെങ്കിൽ പേഴ്സണൽ പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. ഇതും കഴിഞ്ഞ് 4 അടി മുതൽ ഒരു 12 അടി വരെയുള്ള അകലത്തിന് നമുക്ക് ഒരു സോഷ്യൽ പ്രോക്സിമിറ്റി എന്ന് പറയും. അതായത് ഓഡിറ്റോറിയത്തിലൊക്കെ നമ്മൾ കാണുന്ന ഒരു അകലമുണ്ടല്ലോ. അതായത് ഓഡിറ്റോറിയത്തിൽ നിന്ന് പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ ചീഫ് ഗസ്റ്റ് ഒക്കെ അവിടെ ഇരിക്കുന്നു, മറ്റുള്ള ഓഡിയൻസ് ഒരു 12 അടി അകലെയായിരിക്കും അവർക്ക് ചെയർ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് സോഷ്യൽ പ്രോക്സിമിറ്റി എന്ന് പറയാം. നമ്മളിവിടെ ഇന്ന് കൂടുതലും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റിമേറ്റ് പ്രോക്സിമിറ്റി അല്ലെങ്കിൽ ഇന്റിമേറ്റ് സോൺ എന്നുള്ളതിനെ കുറിച്ചാണ്. അത് എങ്ങനെയാണ് ഈ ദീപക് എന്ന ചെറുപ്പക്കാരന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് വിശദമായിട്ട് ഒന്ന് പരിശോധിക്കാം. സാധാരണയായി കേരളത്തിലെ ബസ് യാത്ര വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. കാരണം കേരളം ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടിയ ഒരു പ്രദേശമാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ വളരെ പരിമിതമായ സീറ്റ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പലർക്കും സീറ്റ് ലഭിക്കണമെന്നില്ല. മിക്കവാറുമുള്ള ബസ്സിലൊക്കെ നിന്നും തിങ്ങി നിറഞ്ഞും ഒക്കെയാണ് ആൾക്കാർ യാത്ര ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഇത്തരത്തിൽ ഒരു തിങ്ങി നിറഞ്ഞ് യാത്ര ചെയ്യുന്ന അവസരത്തിൽ പലപ്പോഴും നമ്മുടെ ആ ഒരു ഫിസിക്കൽ പ്രോക്സിമിറ്റി ലംഘിക്കപ്പെടാറുണ്ട്. അപരിചിതരായിട്ടുള്ള രണ്ട് വ്യക്തികൾ ഒരു ഇന്റിമേറ്റ് പ്രോക്സിമിറ്റി സോണിലേക്ക് വരുന്നു. ഇവിടെ സംഭവിച്ചത് അതാണ്. ദീപക് എന്ന ചെറുപ്പക്കാരൻ ഷിംജിത എന്ന വ്യക്തിയുടെ ഇന്റിമേറ്റ് പ്രോക്സിമിറ്റി അല്ലെങ്കിൽ ആ ഒരു സോണിലേക്ക് കടന്നു കയറിയെന്നോ, അതോ ഇനി ആ ഷിംജിതയാണോ ദീപകിന്റെ ഇന്റിമേറ്റ് സോണിലേക്ക് വന്നതോ എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ വരികയും ഈ ഒരു ഇന്റിമേറ്റ് പ്രോക്സിമിറ്റിയിൽ വന്നപ്പോൾ ഷിംജിത എന്ന വ്യക്തിക്ക് അസ്വസ്ഥത ഉണ്ടാവുകയും അവര് അതിനെതിരെ പ്രതികരിച്ചത് തന്റെ മൊബൈൽ ക്യാമറ എടുത്ത് വളരെ ക്ലോസപ്പിൽ ആ വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയുണ്ടായി. ഇനി നമുക്ക് നോക്കാം, ഇനി അപരിചിതനായ ഒരു വ്യക്തി നമ്മുടെ ഒരു ഇന്റിമേറ്റ് പ്രോക്സിമിറ്റിയിലോട്ട് ആ ഒരു സോണിലോട്ട് വരുമ്പോഴത്തേക്കും സൈക്കോളജിക്കലായിട്ട് നമ്മൾ എന്തൊക്കെയാണ് മാറ്റം ഉണ്ടാകുന്നത് നോക്കാം. ഒരു ഇന്റിമേറ്റ് പ്രോക്സിമിറ്റിയിലോട്ട് അപരിചിതനായ ഒരു വ്യക്തി കടന്നു വരുമ്പോൾ നമ്മുടെ തലച്ചോറിലെ അമിഗ്ദാല എന്ന് പറയുന്ന ഭാഗം, അമിഗ്ദാല എന്ന് പറഞ്ഞാല് ശരിക്കും ഒരു ചെറിയ ഒരു ബദാം പരിപ്പിനോളം തന്നെ വലിപ്പമുള്ള ഒരു ചെറിയ ഭാഗമാണ്. ഇതൊരു ന്യൂറോൺസിന്റെ ഒരു ക്ലസ്റ്ററാണ്. ഇതിന്റെ പ്രത്യേകത, ഇത് ആപത് ഘട്ടങ്ങളിൽ നമുക്ക് സിഗ്നൽ തരും, നമ്മളെ അലേർട്ട് ആക്കും.
ഇതുപോലെ ഒരു അപരിചിതനായ ഒരു വ്യക്തി നമ്മുടെ ഒരു ഇന്റിമേറ്റ് സോണിലോട്ട് വരുമ്പോഴത്തേക്കും അമിഗ്ദാല ആക്ടിവേറ്റ് ആകുകയും അത് നമുക്ക് ഒരു അലാം തരികയും ചെയ്യും. അതൊരു ഡേഞ്ചർ സിറ്റുവേഷൻ പോലെ. ഈ സിറ്റുവേഷൻ നമ്മുടെ ഒരു ആപത്ഘട്ടങ്ങളിൽ നിന്ന് നമ്മളെ അതിനെ തരണം ചെയ്യുന്നതിനൊക്കെ വേണ്ടി നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ എക്യുപ്പൈ ചെയ്യിക്കും, തയ്യാറെടുപ്പിക്കും. ഇത് നമുക്ക് എവല്യൂഷണറി ഒരു പരിണാമപരമായിട്ട് ജീവജാലങ്ങളിൽ കടന്നു കിട്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായ ഒരു കഴിവാണ്. ഇത് മനുഷ്യർക്ക് മാത്രമല്ല, നമ്മൾ നോക്കുകയാണെങ്കിൽ ഡോഗ്സിന്റെ ഇടയിലും മറ്റ് പല അനിമൽസിന്റെ ഇടയിലും ഒക്കെ കാണാം. അവർക്ക് അവരുടേത് ഒരു ടെറിട്ടറി ഉണ്ട് അല്ലെ. ആ ടെറിട്ടറിക്കുള്ളിൽ മറ്റ് അനിമൽസ് വരികയാണെങ്കിൽ തീർച്ചയായും ഇവർ അതിനെ അറ്റാക്ക് ചെയ്യും. ഈ ഇന്റിമേറ്റ് പ്രോക്സിമിറ്റി എങ്ങനെയാണ് ദീപക് എന്ന ചെറുപ്പക്കാരന്റെ ജീവനെ ഇല്ലാതാക്കിയത് എന്ന് നമുക്ക് നോക്കാം. ഷിംജിത ഈ ഒരു സന്ദർഭത്തിൽ ചെയ്ത കാര്യം, അദ്ദേഹം അവരുടെ വീഡിയോ എടുത്ത് ഫോക്കസിൽ ദീപകിന്റെ മുഖം പ്രദർശിപ്പിക്കുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇവിടെ മറ്റൊരു മനഃശാസ്ത്രവശം പ്രവർത്തിക്കുകയുണ്ടായി. ഇതിനെയാണ് നമുക്ക് സ്യൂഡോ വിറ്റ്നസ് എഫക്റ്റ് എന്ന് പറയാം. അതായത് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും തോന്നി അവരും ആ ബസ് യാത്രയുടെ ഭാഗമാണ് എന്ന് അവർക്ക് തോന്നി. അവർക്കും ആ ഒരു ഇന്റിമേറ്റ് സോൺ വയലേറ്റ് ചെയ്തതിന്റെ ആ ഒരു ഫീൽ അവർക്കും തോന്നി തുടങ്ങി. അങ്ങനെയുള്ളവർ എന്ത് ചെയ്തു? ഇതിനെ ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഒക്കെ ഉണ്ടായി. ഇത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ എല്ലായിടത്തും എല്ലാ സ്മാർട്ട് ഫോണിലേക്കും ഇത് എത്തുകയുണ്ടായി. പിന്നീട് സംഭവിച്ചിരിക്കാൻ ഇടയുള്ള മറ്റൊരു സൈക്കോളജിക്കൽ ഫാക്ടർ ആയിരിക്കണം പെർസെപ്ച്വൽ എറർ എന്ന് പറയുന്നത്. ഇവിടെ ദീപക് ആ പെൺകുട്ടിയുടെ സമീപം പോയതാണോ, അതോ സ്വാഭാവികമായിട്ട് സംഭവിച്ചാണോ, അതോ ബസ്സിന്റെ വെട്ടിത്തിരിഞ്ഞുള്ള ആ ഒരു ചലനം മൂലം ഉണ്ടായതാണോ എന്നൊന്നും തന്നെ നമുക്ക് ആ വീഡിയോയിലൂടെ വ്യക്തമല്ല. പക്ഷെ ഇത് കണ്ട പ്രേക്ഷകർ ഈ ഒരു ഫിസിക്കൽ പ്രോക്സിമിറ്റി നടന്നതിനിടയിൽ അവിടെ ഒരു ഗൂഢാലോചന സംഭവിച്ചിരിക്കാം എന്ന് ചിലരെങ്കിലുമൊക്കെ അതിന് വിധി എഴുതി അതുമായിട്ട് ബന്ധപ്പെട്ട തരത്തിലുള്ള കമന്റുകളും അഭിപ്രായങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയും അതങ്ങ് സ്പ്രെഡ് ആവുകയൊക്കെ ചെയ്തു. ഈ വൈറൽ വീഡിയോ തുടർന്ന് ദീപകിന്റെ മാനസികാവസ്ഥ എന്തായിരുന്നിരിക്കണം? താൻ നിരപരാധിയാണ് എന്ന് പറയുകയും അതേസമയം മറ്റുള്ളവർ അത് വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലൂടെ അദ്ദേഹം കടന്നു പോയിട്ട് ഉണ്ടായിരുന്നിരിക്കണം. ഇതിനുള്ളിൽ തന്നെ ലക്ഷങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആൾക്കാർ ദീപക്കാണ് തെറ്റുകാരൻ എന്ന് വിധി എഴുതുകയും ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു മാനസികാവസ്ഥ ഒരു അക്യൂട്ട് സോഷ്യൽ ഐസൊലേഷൻ ആയിരിക്കണം. അതായത് വളരെ തീവ്രമായി ഓൾ ഓഫ് എ സഡൻ ഞാൻ ഈ സൊസൈറ്റിയിൽ നിന്നും ഈ സമൂഹത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടിരുന്നിരിക്കണം, ഒരു പുറന്തള്ളപ്പെടേണ്ട ആളാണ് എന്ന് മറ്റുള്ളവർ വിധി എഴുതും എന്ന ഭയം അയാൾ ഉണ്ടായിരുന്നിരിക്കണം. അതേ തുടർന്നായിരിക്കണം അതിന്റെ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു വേദന സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നിരിക്കണം ദീപക്കിന് ഒരു പക്ഷേ. അതുകൊണ്ടായിരിക്കണം ദീപക് ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തത്. ഷിംജിതയുടെ സ്വകാര്യതയിലേക്ക് ദീപക് കടന്നു കയറി എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആ വൈറൽ വീഡിയോ ഓരോരുത്തരും ഷെയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ എത്രയോ മാരകമായിട്ടുള്ള വയലേഷനാണ് ഇവിടെ നടന്നത്. ഇതുവരെ ചെയ്ത ഓരോരുത്തരും ചെയ്തത് ദീപകിന്റെ ഡിജിറ്റൽ സ്പേസിലോട്ട് കടന്നു കയറുകയായിരുന്നു. ഒരു പേഴ്സണൽ സ്പേസിലോട്ട് എൻക്രോച്ച് ചെയ്യുന്നതിനേക്കാൾ അതിമാരകവും അതിഭീകരവുമാണ് ഒരു വ്യക്തിയുടെ ഡിജിറ്റൽ സ്പേസിലോട്ട് കടന്നു കയറുന്നത്. ഇതിന് ബലിയാടകപ്പെട്ട എത്രയോ ആൾക്കാരാണ് നമ്മുടെ സൊസൈറ്റിയിലുള്ളത്. ഇതൊന്നും തന്നെ എങ്ങും തന്നെ രേഖപ്പെടുത്തുന്നില്ല. ഇതിനുള്ള കുറിച്ചുള്ള വ്യക്തമായ രേഖകളോ പഠനങ്ങളോ ഒന്നും തന്നെ നടന്നിട്ടില്ല. എങ്കിലും അനേകായിരം ജീവനുകൾ ഇതിന്റെ ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിലെ ഇത്തരത്തിലുള്ള ഷെയറും കമന്റും ഒക്കെ കൊണ്ട് മരണപ്പെട്ടിരിക്കാം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തിരിക്കപ്പെട്ടിരിക്കാം. സുഹൃത്തുക്കളെ, നമ്മുടെ കയ്യിലുള്ള ഈ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഒരു ഡബിൾ എഡ്ജ് ഉള്ള ഒരു സോഡ് പോലെയാണ്, ഇരുതലകളുള്ള ഒരു വാള് പോലെ. നിങ്ങളുടെ ഫോണിലോട്ട് വരുന്ന ഈ പബ്ലിക് ഡൊമൈനിൽ വരുന്ന ഓരോ ഷെയറും കമന്റും ഒക്കെ അതിനെക്കുറിച്ച് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഷെയറും കമന്റും ഒക്കെ ചെയ്യാവൂ. ഒരു വിചിന്തനം നമുക്ക് തീർച്ചയായും അത്യാവശ്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനിയും മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട പഠനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ശുഭദിനാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.